Hi friends, welcome back to CMS Creations. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.2 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. A cottage industry produces a certain number of pottery article in a day. It was observed on a particular day that the cost of production of each article in rupees was 3 more than twice the number of article produced on that day. If the total cost of the production on that day was 90, find the number of articles produced and the cost of each article. ഒരു കോട്ടേജ് ഇൻഡസ്ട്രി certain number of pottery articles പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഡേയിൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, ഓരോ ആർട്ടിക്കിളിൻ്റെയും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3 more than twice the number of article produced on that day. ഓക്കെ, ഒരു ദിവസം ആ പെർട്ടിക്കുലർ ഡേയിൽ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തോ ആ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ട്വൈസിനേക്കാൾ 3 കൂടുതലാണ് ആർക്ക്, ഓരോന്നിൻ്റെയും പ്രൈസിന്. ഓക്കെ, ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓൺ ദാറ്റ് ഡേ, ആ ദിവസത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 90 ആണ് എങ്കിൽ ഓരോ ആർട്ടിക്കിളിൻ്റെയും പ്രൈസ് എത്രയെന്നാണ് കണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ എത്രയെന്ന് നമുക്കറിയില്ല, അതിനെ നമ്മൾ എക്സ് നിർത്തും, അതായത് ആർട്ടിക്കിളിന്. ഓക്കെ, ഇനി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷൻ? 3 more than, 3 കൂടുതലാണ്, അപ്പൊ +3. ആരേക്കാൾ? ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ, ആ ഡേ പ്രൊഡ്യൂസ് ചെയ്ത ആർട്ടിക്കിളിന്റെ നമ്പറിന്റെ ട്വൈസിനേക്കാൾ 3 കൂടുതലാണ്. അപ്പോൾ ആർട്ടിക്കിൾ എക്സ് ആണ്, അതിന്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2x, അതിനേക്കാൾ 3 കൂടുതൽ എന്ന് പറയുമ്പോൾ 2x + 3. ഓക്കെ, ഇനി നമ്പർ ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2x + 3 ആണ്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എന്തായിരിക്കും? x × 2x + 3 ആയിരിക്കും. അത് എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x × 2x എന്ന് പറഞ്ഞാൽ 2x² + x × 3 3x = 90. ഈ 90 ഇപ്പുറം വരുമ്പോൾ -90 ആവും. ഓക്കെ, ഇനി സം = 3ഉം പ്രൊഡക്റ്റ് = -180, അഥവാ 90 × 2 180 വരുന്ന രണ്ട് നമ്പർ ഏതൊക്കെയാ? 15ഉം 12ഉം. 15ഉം 12ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. ഓക്കെ, 15ഉം 12, 15 ന്ന് 12 പോയാൽ നമുക്ക് 3ഉം കിട്ടും. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ 15ഉം 12ഉം നമുക്കിനി സ്പ്ലിറ്റ് ചെയ്യാം. 2x² - 12x + 15x - 90 = 0. ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാനൊരു 2x പുറത്തെടുത്തു. ഓക്കെ, ഇവിടുന്ന് 2 പോന്നു, x² x പോന്നു, ബാക്കി x, -12 2 പോന്നാൽ ബാക്കി 6 ഉണ്ടാവും, x പോയി. ഇനി ഇതിൽ നിന്ന് രണ്ടൊന്നും ഒരു 15 പുറത്തെടുത്തു, ബാക്കി x ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും. 90 50 പോയാൽ ബാക്കി 6 ഉണ്ടാവും. ഓക്കെ, സോ x - 6 കോമൺ ആയില്ലേ ഇപ്പോൾ, അല്ലേ? ബാക്കി വരുന്നത് ആരാ? എവിടെ 2x + 15. ഒന്നെങ്കിൽ x - 6 = 0 ആയിരിക്കും, അല്ലെങ്കിലോ 2x + 15 = 0. അപ്പോൾ x = 0, 2x + 15 ആണല്ലോ. അപ്പോൾ +15 ഇപ്പുറം വരുമ്പോൾ എന്താവും? -15 ആവും. അതിൽ നിന്ന് x = -15/2 എന്ന് കിട്ടും. അതിൽ നിന്ന് x = നമുക്ക് എന്ത് ചെയ്യാം? 6 എന്ന് എടുക്കാം. നമ്പറാണ്, നമ്പർ ഒരിക്കലും നെഗറ്റീവ് വരില്ല, അതുകൊണ്ടാണ് x = 6, അത് ആർട്ടിക്കിളിന്റെ എണ്ണം 6 എടുത്തത്. ഓക്കെ, ഇനി കോസ്റ്റ് എത്രയായിരിക്കും? അപ്പോൾ 2x + 3 എന്നാണ്. അപ്പോൾ 2 × 6 + 3, 12 + 3 15 എന്ന് വരും. ഓക്കെ,